കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിയിൽ സംഘാടകരായ മൃദംഗാവിഷന് നോട്ടീസ് അയച്ച കൊച്ചിൻ കോർപ്പറേഷൻ വിനോദ നികുതിയായി 4,74,000 രൂപ അടയ്ക്കാനാണ് നിർദ്ദേശം. പണം അടച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ നൃത്ത പരിപാടി കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടി നടന്നിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ പിന്നിടുന്നു. പക്ഷെ ഇതുവരെയും ഈ വിനോദ നികുതി അടയ്ക്കാൻ പോലും ഈ സംഘാടകർ തയ്യാറായിട്ടില്ല. ഇനി ഇത് അടച്ചില്ലെങ്കിൽ ഏത് രീതിയിലുള്ള നടപടിയിലേക്കായിരിക്കും കടക്കുക? ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കൊച്ചി കോർപ്പറേഷൻ മൃദംഗവിഷന് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ പരിപാടി സംഘടിപ്പിച്ചു. ഇത്രയേറെ വിവാദങ്ങൾക്ക് ശേഷം ഇതുവരേക്കും വിനോദ നികുതി പോലും ഈ കമ്പനി അടച്ചിട്ടില്ല. അതിനുള്ളൊരു മറ്റൊരു കാര്യം, ഇതിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കോർപ്പറേഷൻ പറയുന്നത് ഇനിയും ഈ രണ്ടാമത്തെ നോട്ടീസിനും ആദ്യത്തെ നോട്ടീസിനും മറുപടി നൽകിയില്ല, രണ്ടാമത്തെ നോട്ടീസിന് മറുപടി പോലും നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നോട്ടീസിൽ പറയുന്നത് പ്രകാരം ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ കോർപ്പറേഷനെ അല്ലെങ്കിൽ കൃത്യമായി അറിയിച്ചിരുന്നില്ല എന്താണ് ഇവർ ഈ പരിപാടി നടത്തുന്നോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നോ ഒന്നും തന്നെ കോർപ്പറേഷൻ അറിയാതെയാണ് അങ്ങനെ കോർപ്പറേഷനെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തി. അത് പിന്നീട് ഉമാ തോമസിന്റെ വീഴ്ചയടക്കമുള്ള വലിയ വിവാദങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് വിനോദ നികുതി അടയ്ക്കണം, അത് സർക്കാരിന്റെ ഉത്തരവാണ്, അത് പ്രകാരം എത്രയും വേഗം ഈ വിനോദ നികുതി 4 ലക്ഷത്തിലധികം രൂപ വരുന്ന ഈ നികുതി അടയ്ക്കണമെന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഒരു ടിക്കറ്റിന് 149 രൂപ ഇനത്തിലായിരുന്നു ഇവർ വാങ്ങിയത്. ഏകദേശം 35,000-ലധികം പേർ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ തരത്തിൽ ഈ കണക്ക് കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഈ 4 ലക്ഷം രൂപയ്ക്ക് അധികം തരണമെന്ന് കൊച്ചി കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം ആ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ നികുതി ഇനത്തിൽ അവിടെ ടിക്കറ്റ് വിറ്റതിന് ശേഷം എത്ര രൂപയാണ് കമ്പനിക്ക് കിട്ടിയത് അതിന്റെ വിവരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോർപ്പറേഷൻ ഇങ്ങനെ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ മേയർ വ്യക്തമാക്കുകയും കൊച്ചി കോർപ്പറേഷൻ മേയർ അനിൽകുമാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു, തന്റെ അനുവാദമില്ലാതെയാണ് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ അനുവാദമില്ലാതെയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നും ഈ പരിപാടിയുടെ തലേ ദിവസം മാത്രമാണ് തന്നെ ക്ഷണിക്കാൻ വന്നത്, അന്ന് തന്നെ തന്റെ വിയോജിപ്പ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നുവെന്ന് കോർപ്പറേഷൻ മേയർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ മൃദംഗവിഷന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് അക്കൗണ്ടുകളടക്കം അന്വേഷണത്തിന്റെ ഭാഗമായി അക്കൗണ്ടുകളടക്കം മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തുക തിരികെ നൽകുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു മറുപടി പോലും അയക്കാത്തത് കൊണ്ടാണ് കോർപ്പറേഷൻ വീണ്ടും ഈ കത്തിന് മറുപടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ, ഈ നോട്ടീസിന് മറുപടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണമുണ്ട്, വിജിലൻസിന്റെ അന്വേഷണമുണ്ട്. അതായത് ഇതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതോടൊപ്പം സാമ്പത്തിക തട്ടിപ്പുണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതോടൊപ്പം വിജിലൻസ് ഈ GCDയുടെ ഭാഗത്ത് ഇത് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്രമക്കേടോ വല്ല അഴിമതിയൊക്കെ നടന്നിട്ടുണ്ടോ എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. ഈ രണ്ട് ഏജൻസികളുടെയും പോലീസിന്റെയും വിജിലൻസിന്റെയും നിലവിലുള്ള അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? പോലീസ് ഇതിന്റെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നു എന്നാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഇവർക്ക് ജാമ്യം കിട്ടിയതില്ല, ജാമ്യം ഉള്ളത് കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്. ഇവരുടെ അക്കൗണ്ടുകൾ, ഇവർക്ക് എത്ര രൂപയാണ് ഇതിൽ നിന്നും വരുമാനം ലഭിച്ചത്, ഓരോ കുട്ടികളിൽ നിന്നും എത്ര രൂപ ഈടാക്കി, ഒപ്പം ദിവ്യ ഉണ്ണിയെ അടക്കം ചോദ്യം ചെയ്യുമെന്നൊക്കെ തുടക്കത്തിൽ അന്വേഷണ സംഘം അറിയിച്ചിരുന്നു എങ്കിൽ പോലും ഇത് കൃത്യമായിട്ടുള്ള രേഖകൾ കിട്ടിയതിനു ശേഷം മാത്രം മതി തുടർന്നുള്ള ചോദ്യം ചെയ്യൽ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ അല്ലെങ്കിൽ ഇവരുടെ ക്രയവിക്രയം നടത്തിയ രേഖകളടക്കം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം അതൊരു ട്രാൻസാക്ഷൻ നടത്താനുള്ളൊരു അനുമതിയും നൽകിയിട്ടില്ല. ഈ പരിപാടിയുടെ ഭാഗമായി കുട്ടികളിൽ നിന്നും ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് പണം പിരിച്ചതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ തട്ടിപ്പ് നടന്നു എന്ന് രക്ഷിതാക്കളടക്കം രംഗത്ത് വന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഇതിനൊരു വിശദീകരണവുമായി കല്യാൺ സിൽക്സും ഈ മൃദംഗവിഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു. ഇതെല്ലാം മുൻപിൽ നിൽക്കുമ്പോൾ തന്നെയാണ് പോലീസ് ഇതിന്റെ ഒരു അന്വേഷണം തുടർന്നും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചില സംശയങ്ങളൊക്കെ ഉയരുന്നത് നവമി, കാരണം ഇതിൽ വളരെ പ്രകടമാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക
ഒരു ക്രമക്കേട് തട്ടിപ്പ് ഈ കേസിൽ ഈ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല തുടക്കത്തിൽ തന്നെ പോലീസ് വ്യക്തമാക്കിയ കാര്യം നടി ദിവ്യ ഉണ്ണിയെയും നടൻ സിജോയ് വർഗീസിനെയും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു. ആ നടപടിയൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ദിവ്യ ഉണ്ണിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി. അതായത് ഇവിടെ നിന്നും അവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. പിന്നീട് വിദേശത്തു നിന്നും അവരെ വിളിച്ച് ചോദ്യം ചെയ്യുമെന്നും അതല്ലെങ്കിൽ ഓൺലൈൻ വഴി ചോദ്യം ചെയ്യുമെന്നൊക്കെ ആദ്യം അറിയിച്ചെങ്കിൽ പോലും അത്തരം നടപടിയും ഉണ്ടായില്ലല്ലോ. പോലീസ് എന്തുകൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ ഒരു മന്ദഗതി ഈ കേസിന്റെ അന്വേഷണത്തിൽ നടക്കുന്നത്? ആദ്യം പോലീസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട യുമാ തോമസിന്റെ വീഴ്ചയായിരുന്നു ഈ ഒരു അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ മൃദംഗ വിഷനിലേക്ക് സംശയത്തിന്റെ നിഴൽ പോലീസ് ഉന്നയിച്ചത്. പിന്നീട് നടത്തിയ തുടർന്നുള്ള അന്വേഷണവും ഇവരുടെ അറസ്റ്റിലുമൊക്കെ ഈ മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടക്കത്തിൽ വലിയ ഊർജ്ജസ്വലമായി തന്നെ പോലീസ് ഈ കേസ് അന്വേഷിച്ചു. ഇവർക്ക് നോട്ടീസ് അയക്കുകയും ഇവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയും അങ്ങനെ ഇവിടെ എത്തി തെളിവെടുക്കുകയും അങ്ങനെ നിരവധി കാര്യങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കുന്ന ഒരു പോലീസിന്റെ നടപടി ഉണ്ടായിരുന്നു. പതുക്കെ പോലീസ് ഇതിലൊരു വിട്ടുവീഴ്ച വരുത്തിയെന്ന് തന്നെ നമുക്ക് പറയാം. അതെന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നടപടി ഉണ്ടായതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ മൃദംഗ വിഷൻ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രഷർ സമ്മർദ്ദം പോലീസിന്റെ മേൽ ഉണ്ടായിട്ടുണ്ടോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണോ പോലീസ് ഇപ്പോൾ ഒരു മന്ദഗതിയിൽ ഇതിന്റെ ഒരു അന്വേഷണവുമായി നീങ്ങുന്നതെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അന്വേഷണ പരിധിയിലാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ. പോലീസ് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്ന പല രീതിയിലുള്ള സംശയങ്ങളുമുണ്ട്. കാരണം ഈ സംഭവം നടന്ന് ഒരു മാസമൊക്കെ പിന്നിടുന്നു. ഇതുവരെയും ഇതിന്റെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ പോലും കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്.